രഞ്ജിത്തെ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും ആഹ്വാനങ്ങളുമാണ് നമ്മൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നമ്മൾ കണ്ടത്. നോക്കൂ, ബീഹാർ കത്തിക്കുന്നൊരവസ്ഥയിലേക്ക് ഇവർ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. നേരത്തെ പറഞ്ഞതുപോലെ ഈ കൊടും ക്രിമിനലുകളും കലാപകാരികളുമാണ് ഈ രാജ്യത്ത് അസ്ഥിരതയുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ സമരം പടരണം എന്ന് ആഹ്വാനം ചെയ്യുകയാണ് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നിന്നും. രാജ്യസുരക്ഷ അപകടത്തിലാകരുതെന്ന് വിശ്വസിക്കുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ച് പ്രശ്ന പരിഹാരമായിരുന്നില്ലേ യഥാർത്ഥത്തിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി? തീർച്ചയായിട്ടും വളരെ തന്ത്രപരമായിട്ടൊരു തീരുമാനമായിരുന്നില്ല, യാതൊരു സംശയവുമില്ല. കാരണം കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കുക. എനിക്കൊരു ചോദ്യത്തോടെ ഇത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ കുറ്റി തെറിപ്പിച്ച റഹീം സഖാവും കൂട്ടാളികളും CJPയുടെ പാറ്റകളും നാളെ മുതൽ കേരളത്തിൽ വന്നിട്ട് സമരം നടത്തണം, തലസ്ഥാന സമരം നടത്തണം. VD സതീശന്റെയും കേരളത്തിലെ മന്ത്രിമാരുടെയും കുറ്റി തെറിപ്പിക്കണം. അത് പറ്റുമോ? ഐസഞ്ജയ്, ഞാൻ അത്ര ചോദിക്കുന്നുള്ളൂ. വരുമോ? റഹീം പാറ്റകളും തലസ്ഥാന നഗരത്തേക്ക് വരുമോ? തിരുവനന്തപുരത്തേക്ക് വരുമോ? തലസ്ഥാന നഗരത്തേക്ക് വരേണ്ടത് പല ആവശ്യങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പല കാര്യങ്ങളുണ്ട്, തലസ്ഥാന നഗരത്തേക്ക് വരേണ്ട കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തത് പവർ കട്ടാണ്. അതുപോലെ തന്നെ നിരവധിയായ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഈ KSRTCയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ചില പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അത് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി എന്നാണ് കേട്ടത്. ഒരു വിധത്തിൽ അതിങ്ങനെ എത്തിപ്പെടുകയായിരുന്നു. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. അപ്പോൾ സർക്കാർ സ്ഥാപനങ്ങളെ നശിപ്പിക്കുന്ന നിരുത്തരവാദപരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന നിലപാടുകൾ സ്വീകരിച്ച സമരം ചെയ്യേണ്ടതുണ്ട്. വരേണ്ടതാണ്. അല്ല, ഒരു കാര്യം കൂടെയുണ്ട്. PSCക്കെതിരെ ഇടതുപക്ഷത്തിന് സമരം നടത്താൻ പറ്റൂല. വേണം, നടത്തണം. എങ്ങനെ നടത്തും? അവരുടെ കാലത്തല്ലേ ഈ സംഭവം? അത് സമരം നടത്താതിരിക്കും. മുഖ്യമന്ത്രി അടക്കം കുറ്റി തെറിക്കുമെന്നാണ് താങ്കൾ പറയുന്നത്. പ്രതിപക്ഷ നേതാവ് അകത്താവാതിരുന്നാൽ ഭാഗ്യം. അതും നടക്കട്ടെ, എല്ലാം നടക്കട്ടെ. കേസിൽ എന്താണ് കണ്ടെത്തിയ പുതിയ റിപ്പോർട്ട് എന്താണ് കണ്ടെത്തിയത്? ബന്ധത്തിന്റെ പുറത്ത് കൊടുത്തതാണ് കർത്ത പറയുന്നു. ചോദ്യം ചെയ്തോ പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ കൃത്യമായ ഗ്രൗണ്ട് ഉണ്ട്. കാരണം എൻഫോഴ്സ്മെന്റ് കേസുകളിൽ അങ്ങനെ ഒരു വിഷയമുണ്ട്, PMLA കേസുകളിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ട്. ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടായാൽ കറക്റ്റ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാം. ഇനി പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നുള്ള കാര്യത്തിൽ എനിക്ക് രണ്ടഭിപ്രായമില്ല. പക്ഷേ ചോദ്യം ചെയ്തതിന് ശേഷം നമുക്ക് മറ്റൊരു വിഷയം. പാറ്റയുടെ പ്രതിഷേധം അങ്ങ് ജന്തർ മന്ദറിൽ തീർന്നെങ്കിലും ഈ പാറ്റകൾ ഇനി പഞ്ചാബിലും കർണാടകയിലും തെലങ്കാനയിലുമൊക്കെ അവിടെയും ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കത്തി നിൽക്കുകയാണല്ലോ. അവിടെയൊക്കെ ഈ CJPയുടെ ഈ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒത്തുചേരൽ ഈ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുമോ എന്ന് കണ്ടറിയാം. ഒപ്പം തന്നെ കേരളത്തിലും.